ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. ഞാൻ കൊനാമി കാണ്ടിലെടുക്കലൊക്കെ ഈ മൂന്നല്ല ഒന്ന് തന്നില്ല ഒരു ഫീച്ചേർഡ് കാർഡ്, അതന്നെ ഹൈലൈറ്റ് അല്ല ബ്രിഡ്സ്കളെ ഷോർട്ട് ടൈം അതേമാതിരത്തെ സംഭവങ്ങളാണ് തന്നത് കൊനാമി നമുക്ക്. ഓക്കെ, അപ്പം ഇത് എന്താ വെച്ചാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളവരെടുക്കാം. പക്ഷേ നിങ്ങളുടെ കയ്യിലിപ്പം ഹാവേർട്സിനാണ് നിങ്ങൾ എടുക്കണമെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. അതായത് ഇപ്പം നിങ്ങളുടെ കയ്യിൽ ഹാവേർട്സ് ഉണ്ട് എന്നല്ല, നല്ലൊരു പ്ലെയർ സ്ട്രൈക്കറിലുണ്ടെങ്കിൽ ഹാവേർട്സിനെ വാങ്ങേണ്ട ആവശ്യമില്ല ഗൈസ്. കാരണം ഹാവേർട്സിൻ്റെ പ്ലേയിങ് സ്റ്റൈല് പറയുന്നത് ഡീപ്പ് പ്ലേയിങ് ഫോർവേഡാണ്. അപ്പം അത് കളിക്കാൻ പറ്റണമെങ്കിൽ കളിച്ചോളൂ, ഞാൻ വേണമെന്ന് പറയുന്നില്ല. ബട്ട് ഈ അഭിപ്രായമൊക്കെ ചോദിക്കുന്നതാണ് ഞാൻ പറയാനുള്ളത്. ഓക്കെ, പിന്നെ ഞാൻ സൈൻ ചെയ്തത് ബി വൈറ്റിനെയാണ് ഗൈസ്. എഡ്ജ് ക്രോസിംഗ് ആണ് എൻ്റെ സ്പെഷ്യൽ സ്കില്ല്. അത് ഞാൻ ബാക്കിലേക്ക് ഞാൻ ഇപ്പോൾ ഉപയോഗിക്കുന്നത് മാർക്കിനെസിനെയാണ്. അപ്പം ഞാൻ ഈ സബ്ബായിട്ട് ഇറക്കും. എന്തായാലും ഞാൻ മെയിൻ സ്ക്വാഡിലേക്ക് എടുത്തിടും. ഓക്കെ, അപ്പോൾ എനിക്കിപ്പോൾ സ്ട്രൈക്കർ ആവശ്യമില്ല. കാരണം ഓൾറെഡി നെയ്മർ ഡീപ്പ് പ്ലേയിങ് ഫോർവേഡിനൊക്കെ നന്നായി കളിപ്പിക്കാൻ അറിയാം. ബട്ട് ഹാവേർട്സിനൊക്കെ കിട്ടിയിട്ട് കാര്യമില്ല. ഹാവേർട്സിനെ ഞാൻ കുറേ കളിപ്പിച്ചതാണ്. ബട്ട് എനിക്കത് ഹാവേർട്സിനെ എങ്ങനെ കളിപ്പിക്കണമെന്ന് അറിയില്ല. നെയ്മറാണെങ്കിൽ ഞാൻ സ്കില്ല് വെച്ച് അങ്ങനെയൊക്കെ നോക്കുന്നുണ്ട്. ഓക്കെ, പിന്നെ അതല്ലാതെ ഞാൻ പറയുന്നത് നമ്മളെ ജോർജീനെ പറ്റി പറഞ്ഞ പ്ലെയർ ഉണ്ടല്ലോ, അവൻ്റെ കാര്യം ഞാൻ പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ സൈൻ ചെയ്യാം. ഞാൻ ഏറ്റവും കൂടുതൽ റെക്കമെൻഡ് ചെയ്യണത് ഇവനാണ് ഗൈസ്, ബി വൈറ്റിനാണ്. ഞാൻ വൈറ്റിനാണ് റെക്കമെൻഡ് ചെയ്യണത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള സൈൻ ചെയ്തോളി. പിന്നെ പറയാനുള്ളത് എന്താ വെച്ചാൽ കൺഫ്യൂഷനായി നിൽക്കുന്നവരാണ് ഞാൻ പറയണത്. ബി വൈറ്റ് നല്ലൊരു പ്ലെയറാണ്. ഓക്കെ, പിന്നെ അവൻ്റെ സ്റ്റാമിനയൊക്കെ 99 പോകുന്നുണ്ട്. ഞാൻ കുറേ സ്റ്റാറ്റസൊക്കെ നോക്കി, സ്റ്റാറ്റസ് മീൻസ് മറ്റേ ഈ ഫുട്ബോൾ ഹബ്ബിൽ പോയി ഞാൻ സ്റ്റാറ്റസൊക്കെ നോക്കി നല്ല രീതിയിൽ തീരുമാനിച്ച് ഉറപ്പിച്ച സംഭവമാണിത്. കാരണം ആണ്ടിലൊരിക്കലൊക്കെ കൊണാമി ഇങ്ങനത്തെ ഇതൊക്കെ നമുക്ക് തരുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മൾ അതിനനുസരിച്ചുള്ള പ്ലെയർ എടുക്കാം. ഇനി ഞാൻ എന്തായാലും എടുത്തത് ഇവനെയാണ്, ബി വൈറ്റ്. നിങ്ങളാരാ എടുത്തതെന്ന് വെച്ചാൽ കമൻറ്റ് ചെയ്തോളെ. ഓക്കെ, അപ്പം ഇത്രയുള്ളൂ ഇന്നത്തെ വീഡിയോ ഗൈസ്. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.